ज्ञानाग्निनाश्वलाभया ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഈ മാസം 8-ാം തീയതി തൊട്ട്, അതായത് ഈ ഒരാഴ്ചക്കുള്ളില് നമുക്കൊരു വലിയ ഫെസ്റ്റിവൽ വരാൻ പോവുകയാണ്. നമുക്ക് കാർത്തിക് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ദാമോദര മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ വൈഷ്ണവരെ സംബന്ധിച്ച് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് കാർത്തിക് മന്ത് എന്ന് പറയുന്നത്. അത് ഇപ്രാവശ്യം നേരത്തെയാണ് വരുന്നത്. സാധാരണ ഒക്ടോബറിൽ തന്നെ കുറച്ചുകൂടി താമസിച്ചാണ് വരിക, പക്ഷെ ഇപ്രാവശ്യം നേരത്തെയാണ് കാർത്തിക് മന്ത് വരുന്നത്. അപ്പൊ കാർത്തിക് മന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭയങ്കര ബിസിയാണ്. കാരണം നമുക്ക് ഓരോ ദിവസവും കാർത്തിക് മന്തിൽ ഓരോ പുതിയ ഫെസ്റ്റിവൽ ആണ്. കുണ്ണിന്റെ അപ്പിയറൻസ് ഡേ, അതേപോലെ ദീപാവലി, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. മാത്രമല്ല കാർത്തിക് മാസത്തില് നമുക്ക് എല്ലാ ദിവസവും ഭഗവാന് ആരതിയും കാര്യങ്ങളും കാണിക്കണം. അതും പോരാതെ കാർത്തിക് മാസത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവസാനം തുളസി കല്യാണം, അത് അങ്ങനെ കാർത്തിക് മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഫെസ്റ്റിവൽസിന്റെ മാസമാണ്, ഉത്സവത്തിന്റെ മാസം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റും, അതേപോലെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഒരു വർഷം കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടുന്ന മാസമാണ് കാർത്തിക് മാസം. അപ്പൊ കാർത്തിക് മാസത്തില് നമുക്കറിയാം ഭഗവാന്റെ കാർത്തിക് മന്തിന്റെ ലീല അറിയാം. ഭഗവാൻ ദാമോദര ലീല നമുക്കറിയാം. ഭഗവാൻ ചെറിയ കുഞ്ഞായിട്ട് വന്നിട്ട് എന്താണ് ഇത് സുഗ്രീവൻ നമ്മൾക്ക് നളകുവേരനും മണിഗ്രീവനും ഇത് കൊടുക്കുന്നതായത്, അതായത് മോക്ഷം കൊടുക്കുന്ന കഥ നമുക്കറിയാം. അപ്പൊ അത് ഭഗവാൻ അപ്പൊ അവിടെ ചെറിയ കുഞ്ഞായിട്ടാണ് വന്ന് അതാ ഉരുളി ആ ഒരു സംഭവത്തില് ഭഗവാൻ വന്ന് അവർക്ക് മോക്ഷം കൊടുക്കുന്നത് ആ ഒരു ചെറിയ കുട്ടിയുടെ വേഷത്തിലാണ്. അപ്പൊ അതിനു മുമ്പ് ഭഗവാൻ ഈ യശോദ മാതാവ് ഭഗവാനെ ഈ ഇതില് കെട്ടിയിടുന്നുണ്ട്, അതായത് കയറിൽ കെട്ടിയിടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാൻ എന്ന് പറയുന്നത് എത്ര സുപ്രീം, നമുക്ക് ഈ ഭൂമിനെ തന്നെ നോക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ പരമാത്മാവാണ് ഭഗവാൻ. അത്ര ഇതാണ്. എന്നിട്ട് ആ ഭഗവാൻ ഒരു ലീല, ഒരു അവതാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ലീലയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ചെറിയ കുട്ടിയായിട്ട് വന്നിട്ട് ആ കയറിൽ കെട്ടിയിരുന്നു. അപ്പൊ ഇത്രയും വലിയ, അതായത് ഈ ലോകത്തിന്റെ തന്നെ നോക്കുന്ന ഭഗവാൻ ചെറിയ കുഞ്ഞായിട്ട് വന്ന് ഈ കയറിന്, അതായത് യശോദാ മാതാവിന്റെ സ്നേഹത്താൽ ബന്ധിക്കപ്പെടുമ്പോ ഭഗവാൻ എന്തുമാത്രമാണ് അവിടെ ഭക്തർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എന്തുമാത്രമാണ് അവിടെ ഭഗവാൻ അവിടെ വെക്കുന്നത്. കാരണം ഭഗവാന് ഭക്തി, നമ്മുടെ യഥാർത്ഥ സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ എത്രത്തോളം തരും, സ്വയമേ താഴും. അത് ഉറപ്പാണ്. കാരണം ഈ ബാക്കി എല്ലാ ദേവീദേവന്മാരും നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദേവീദേവന്മാരെ പ്രാർത്ഥിക്കും നമ്മൾ വിചാരിക്കും ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച ഇവരുടെയൊക്കെ പ്രസാദം നമുക്ക് കിട്ടുമോ, ഇവരൊക്കെ നമ്മളോട് എന്താണ് ഇവരൊക്കെ നമ്മളടുത്ത് ദേഷ്യം കാണിക്കില്ലേ, ഇവർക്കൊക്കെ നമ്മൾ ഒരുമാതിരി ആയിരിക്കത്തില്ലേ ബാക്കി ദേവീദേവന്മാർക്കെന്ന് ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്. കാരണം നമ്മൾ ഇസ്കോൺ ഡിവോട്ടീസ് ആണ്, വൈഷ്ണവരാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ള ഭക്തർ, അതായത് ബ്രഹ്മദേവന്റെ ഭക്തന്മാരുണ്ടാവും, അതേപോലെ ശിവഭഗവാന്റെ ഭക്തന്മാരുണ്ടാവും. ഇവരൊക്കെ നമ്മളെ ഒരുമാതിരി എഗൻസ്റ്റ് ആയിട്ട് കാണാം, അതായത് നമ്മളോട് ഒരുമാതിരി ശത്രുത പോലെ ഇവരെ കാണാം. കാരണം ഇവരെ സംബന്ധിച്ച് മഹാദേവനാണ് വലുത്, അല്ലെങ്കിൽ ബ്രഹ്മദേവനാണ് വലുത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഭഗവാനാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും വലിയ സത്യവും. അപ്പൊ അത് നമ്മൾ പറയുമ്പോ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവര് നമ്മളടുത്ത് ഒരുമാതിരി ദേഷ്യത്തിലെ രീതി കാണിക്കുക. അപ്പൊ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മളൊക്കെ എന്ത് ചെയ്യും, അവരുടെ അടുത്തൊരു ശത്രുത, അല്ലെങ്കിൽ നമ്മൾ വൈഷ്ണവരായതുകൊണ്ട് നമുക്കറിയാം അവരുടെ അടുത്ത് നമ്മൾ ശത്രുത വെക്കാറില്ല. പക്ഷെ അവരങ്ങനെയല്ല, അവര് നമ്മളടുത്ത് ശത്രുത വെക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇനി ഇതേപോലെ ആയിരിക്കോ യഥാർത്ഥത്തിൽ മഹാദേവനും ബ്രഹ്മദേവനും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കോ കാണിക്കുക, അവർക്കും നമ്മളടുത്ത് ദേഷ്യം ഉണ്ടാവോ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോവിലിൽ ഒരു പൂജയുണ്ട്, പക്ഷെ നമ്മള് ഭക്തന്മാരായിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പൊ ആൾക്കാര് പറയുന്നു, ഓ നിങ്ങൾക്ക് കൃഷ്ണനെ മാത്രം പ്രസാദം കിട്ടിയിട്ട് ഒരു കാര്യമില്ല, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും. അതേപോലെ ചിലപ്പോ ശനിദോഷം, ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളവരെ പ്രസാദം നമുക്ക് കിട്ടും. കാരണം ഭഗവാൻ മാത്രമല്ലല്ലോ സുപ്രീം, ബാക്കിയുള്ളവരും സുപ്രീം അല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ
ഭഗവാന്റെ ഒരാളുടെ പ്രസാദം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇപ്പോ ഒരു ദേവീ ഭക്തൻ പോയി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നതും ഒരു കൃഷ്ണ ഭക്തൻ പോയി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിലും വ്യത്യാസമുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദേവിക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും ദേവിക്ക് ദേവി ഭക്തനാണോ അതോ കൃഷ്ണഭക്തനാണോ ഏറ്റവും വലുതെന്നൊക്കെ. ദേവി എപ്പോഴും കൃഷ്ണഭക്തനെ മാത്രമേ വരുന്നു. നമ്മൾ കഴിഞ്ഞിട്ടേ ദേവിയുടെ ഭക്തന്മാരെ പോലും കണക്കാക്കുള്ളൂ. കാരണം ദേവിക്കും ആരാണ് വലുത്? കൃഷ്ണഭക്തന്മാരാണ് വരുന്നത്. അതേപോലെ എല്ലാ ദേവീ ദേവന്മാർക്കും കൃഷ്ണഭക്തന്മാര് കഴിഞ്ഞിട്ടേ നമ്മൾ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ കൃഷ്ണഭക്തന്മാര് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ. അങ്ങനെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് അത് വേറെ ആർക്കും കിട്ടില്ല, വേറെ ഒരു ഇതിലുള്ള ഭക്തന്മാർക്കും കിട്ടില്ല. നമുക്ക് മാത്രമേ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഉള്ളൂ. കാരണം നമുക്ക് എല്ലായിടത്തും ഫസ്റ്റ് ആണ്. നമ്മൾ ഭഗവാന്റെ അടുത്ത് നമുക്ക് ഫസ്റ്റ് ആണ്, ബാക്കിയുള്ള ദേവീ ദേവന്മാർക്കും നമ്മൾ ഫസ്റ്റ് ആണ്. കാരണം അവരും നമ്മളെ നോക്കിയിട്ടാണ് ബാക്കിയുള്ള അവരുടെ ഭക്തന്മാരെ പോലും അവർ നോക്കത്തുള്ളൂ. പക്ഷെ ഇത് അവരുടെ ഇതിനടുത്ത് പോയി പറഞ്ഞ അവര് നമ്മളെ വഴക്ക് പറയും. ശരിക്കും അതാണ് കാര്യം. കാരണം ഒരിക്കൽ അതിനെ ബേസ് ചെയ്തൊരു യഥാർത്ഥ കഥ നടന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു, ഒരു ഭഗവാന്റെ ഭക്തനായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനാണ്. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് കിടന്നുറങ്ങുന്നത് വരെ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടക്കുന്നത്, വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം എന്താണ് എല്ലാ ദിവസവും ഭിക്ഷ എടുത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അപ്പൊ വളരെ കുറച്ച് പൈസ മാത്രമേ ഇദ്ദേഹത്തിന് കിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് ഭാര്യ മക്കള് കുടുംബം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഭിക്ഷ എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള പൈസ ഭിക്ഷാടനത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. ഭക്ഷണമായാലും പൈസ ആയാലും എന്തായാലും അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. അപ്പൊ അത് വെച്ച് അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കും. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭഗവാൻ. അപ്പം അദ്ദേഹം ഒരു നേരമേ ഭിക്ഷ എടുക്കാൻ പോകുള്ളൂ. ആ ഒരു നേരം കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ അതിനെ തന്നെ ഇതായിട്ട് കഴിക്കും. ബാക്കി ഭഗവാൻ ഓഫർ ചെയ്തിട്ട് ബാക്കി ഇതായിട്ട് കഴിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ സമയവും അദ്ദേഹം ഭഗവാന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ്. അതായത് മറ്റുള്ളവർക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ കീർത്തൻ ചെയ്യുക, ഭഗവത്ഗീത ഭാഗവതം വായിക്കുക, ചാന്റിങ് ചെയ്യുക. അങ്ങനെ അദ്ദേഹം ഭഗവാന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചിരുന്നത്. എന്നിട്ട് കുറച്ച് സമയം മാത്രം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭിക്ഷ എടുക്കാൻ പോവാനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഓരോ ദിവസവും ഭഗവാന്റെ ഭക്തി കൂട്ടി ഇങ്ങനെ അദ്ദേഹം വലിയ നല്ല ഭക്തനാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭിക്ഷ എടുത്തതിന് ശേഷം കുറച്ച് ദൂരെ, അദ്ദേഹത്തിന് ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് ദൂരെയാണ് അദ്ദേഹം പോയി ഭിക്ഷ എടുത്തത്. അങ്ങനെ എടുത്തിട്ട് അദ്ദേഹം തിരിച്ച് കാട്ടിലൂടെയാണ് നടന്ന് തിരിച്ച് വന്നത്. കാരണം ഇനി അതുവഴി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാട്ടിലൂടെയാണ് അദ്ദേഹം നടന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കാട്ടിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്ത് കാട് ഇതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇപ്പൊ പോവാനാണെങ്കിൽ നമുക്ക് നടന്നു പോവാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഭയങ്കര വലിയ കാടുകളല്ല, അല്ലാതെ സാധാരണ കാടുകൾ. പക്ഷെ പണ്ടത്തെ കാലത്ത് സാധാരണ കാടുകൾ പോലും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പേടിയുണ്ട്. കാരണം ഇദ്ദേഹം അധികം കാടുകളിൽ കൂടെ അങ്ങനെ നടന്നിട്ടില്ല. മാത്രമല്ല ഇരുട്ട്, അപ്പൊ 6 മണി കഴിഞ്ഞു. അപ്പം കാട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇരുട്ട് വീണു കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. 6 മണി കഴിഞ്ഞു, സൂര്യൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പം ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു പേടിയുണ്ട്. അപ്പൊ പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുമ്പോ അവിടെ ഉള്ള ആൾക്കാര്, കാട്ടില് ചില ആൾക്കാരുണ്ടാവില്ല. എപ്പോഴും ആയാലും നമുക്ക് കാട്ടില് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് തരത്തിലുള്ള ട്രൈബ്സ്, അതായത് അവിടുത്തെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവര് എന്തെന്ന് വെച്ചാൽ ഈ കാട്ടിലെ ആൾക്കാര് അവരുടേതായിട്ടുള്ള രീതികളാണ്. ചിലവര് അവരുടേതായിട്ടുള്ള ഭക്ഷണ രീതി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലാംഗ്വേജും കാര്യം അതൊന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർ കാട്ടിൽ താമസിക്കുന്നത്. അപ്പൊ അവർക്ക് ചില ഗ്രൂപ്പുകാർക്ക് നമ്മളോട് ദേഷ്യമാണ്. നമ്മളെ കാണുമ്പോ തന്നെ നമ്മളെ കൊല്ലുക, സാധാരണ മനുഷ്യരെ കാണുമ്പോൾ കൊല്ലുക, അങ്ങനത്തെ ഇതുണ്ട്. അപ്പൊ ഇതേപോലെ ആ കാട്ടിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അവര് മനുഷ്യരെ ബലി കൊടുത്താണ് അവര് മനുഷ്യരുടെ മനുഷ്യരെയാണ് അവർ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാട്ടിലൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ ഇവര് പിടിച്ചുകൊണ്ട് പോയി കാളി ദേവിക്ക് ബലി കൊടുത്തിട്ട് കഴിക്കും. അപ്പൊ ഈ ആൾക്കാർ കാളി ദേവിയുടെ വലിയ ഭക്തരാണ്. അപ്പൊ എല്ലാ ദിവസവും ആ കാട്ടിലുള്ള മൃഗങ്ങളെ ആയാലും അതുവഴി പോകുന്ന മനുഷ്യരെ ആയാലും പിടിച്ചിട്ട് കാളി ദേവിക്ക് ബലി കൊടുക്കും. കാളി ദേവിക്ക് ഇപ്പൊ അന്നത്തെ
കാലത്ത് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ വളരെ സീക്രട്ട് ആയിട്ട് നടത്തുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് എന്താണ് കാളി ദേവിക്ക് രക്തം കൊണ്ട് ബലി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു അത് മാറ്റിയിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ആക്കിയിട്ടുണ്ട്, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നാൽ പണ്ടത്തെ കാലത്ത് യഥാർത്ഥ മനുഷ്യരുടെ ബ്ലഡ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ബ്ലഡ് കൊണ്ട് ദേവിക്ക് ബലി കൊടുക്കാന്ന് പറയും. അപ്പൊ അതേപോലെ ഇവരും കാളി ദേവിക്ക് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മനുഷ്യരെ മൃഗങ്ങളെയൊക്കെ പിടിച്ച് കാളി ദേവിക്ക് ബലി കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ദിവസവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അന്ന് അതേപോലെ ഇവരുടെ മുമ്പിൽ കൂടെ ഇദ്ദേഹം പോവാണ്. അപ്പൊ അന്ന് ഇവർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇവർക്കൊരു മനുഷ്യനെ കിട്ടി, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇവര് ഇദ്ദേഹത്തിനെ പിടിച്ചോണ്ട് വന്ന് ഇവരുടെ ഗുഹയിലോട്ട് പോവാണ്, കാളി ദേവിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്താണ്. അപ്പൊ എന്നിട്ട് ഇവര് അതിന് ഭയങ്കര വലിയ പൂജയും കാര്യങ്ങളും, ഇവര് കാളി ദേവിയുടെ വലിയ ഭക്തരാണ്. അപ്പൊ ഭയങ്കര വലിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ എന്ത് ചെയ്യുന്നത്, ഈ ഇദ്ദേഹത്തിന് ബലി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഇതിന്റെ ബാക്കി അവര് തന്നെ ഭക്ഷിക്കും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ബലി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം ഭയങ്കരമായിട്ട്, അപ്പൊ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് അടിച്ച് ഇതിന്റെ ബോധം പോയിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് തിരിച്ച് ബോധം വന്നപ്പോ ഇദ്ദേഹം നോക്കുമ്പോ ഇദ്ദേഹത്തിന് ബലി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പേടിയാ. അപ്പം പേടിയാവുമ്പോ പേടിയായിട്ട് ഇദ്ദേഹം ഭഗവാനെ വിളിക്കാൻ തുടങ്ങാണ്. അത് കാരണം നമുക്ക് എവിടെയായാലും നമുക്ക് പ്രൊട്ടക്ഷൻ ഒരാളെ ഉള്ളൂ, ഭഗവാൻ. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഭഗവാനെ വിളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഭഗവാന്റെ മന്ത്രവും കാര്യങ്ങളൊക്കെ ജപിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലൊരാള് വാളെടുത്ത് വെട്ടാൻ വേണ്ടി പോകും. എല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് ആ കാളി വിഗ്രഹത്തിൽ നിന്നൊരു വലിയ പ്രകാശം വരാണ്. എന്നിട്ട് കാളി ദേവി യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാളിദേവി എന്താ ചെയ്തതെന്ന് വെച്ചാല് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അതായത് ഈ ഭക്തനെ ഒഴിച്ച് ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ആ ദേഷ്യത്തോടെ ആ വാള് കൊണ്ട് വധിക്കുകയാണ്, കൊല്ലുകയാണ്. ദേവി അവരെ കൊല്ലാണ്, എന്നിട്ട് ആ ഭക്തനെ രക്ഷപ്പെടുത്താണ്. അപ്പൊ ഇവിടെ കാളി ദേവി സ്വന്തം, അതായത് ആ ഭക്തനോട് അത്രയും ഇതായിട്ടാണ് ബാക്കിയുള്ളവർ പെരുമാറിയത്, അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് കാളി ദേവി കൃഷ്ണഭക്തനെ രക്ഷിച്ചിട്ട് ബാക്കി ദേവിയുടെ തന്നെ ഭക്തന്മാരെ ദേവി അവിടെ കൊന്നു കളയാണ്. അപ്പൊ അത്രയും കൃഷ്ണഭക്തന്മാർക്ക് നമുക്ക് എവിടെയായാലും എന്താണ് നമുക്കാണ് ഫസ്റ്റ് ഇത്. അപ്പൊ ദേവി മാത്രമല്ല എല്ലാവരും, കാരണം ഭഗവാനാണ് ദ സുപ്രീം, ഭഗവാനാണ് ഇവർക്ക് ഈ ബാക്കിയുള്ള ദേവി ദേവന്മാർക്ക് എന്ത് കൊടുക്കുന്നത്, ഓരോ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓരോ ജോലി കൊടുക്കുന്നത്. ഭഗവാനാണ് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കുന്നത്. അപ്പൊ അത് അവരുടെ ഡ്യൂട്ടിയാണ് അത് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമ്മളായിട്ട്, അതായത് മനുഷ്യരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് ഈ ദൈവത്തെ ഉപാസിച്ച ഇങ്ങനെ കിട്ടും, അങ്ങനെ അത് നമ്മളായിട്ട്, അതായത് പണ്ട് കാലം തൊട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത സമ്പ്രദായം കാര്യങ്ങൾ. ഭഗവാന് മാത്രം എന്താണ് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയുള്ളവരെ ഒക്കെ പ്രസാദം നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ആ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി കാളിദേവി സ്വയം പ്രത്യക്ഷപ്പെട്ട് കാളിദേവിയുടെ തന്നെ ഭക്തന്മാരെ വധിച്ചു. അപ്പൊ ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ കാളിദേവിക്ക്? അതിന്റെ ആവശ്യമുണ്ടോ? കാളിദേവിക്ക് വേണമെങ്കിൽ കാളിദേവിയുടെ ഭക്തന്മാരെ എന്ത് ചെയ്യാം, സംരക്ഷിക്കാൻ. കാരണം കാളിദേവിക്ക് ഇത്രയും ദിവസം വലിയ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത ഭക്തന്മാരാണ്. പക്ഷെ ആ പൂജയ്ക്കും കാര്യങ്ങൾക്കൊന്നും ഒരു ബലമില്ല. കാരണം അവരെന്താണ് ചെയ്തത്? അവര് അധർമ്മമാണ് ചെയ്തത്, അതിന്റെ കൂടെയാണ് അവര് പൂജ ചെയ്യുന്നത്. പക്ഷെ എന്നാലും കാളിദേവിനെ സംബന്ധിച്ച് അതൊരു അവരുടെ ഒരു പൂജാ രീതിയാണ്, ഈ ബ്ലഡ് കൊടുത്തിട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ആരുടെ ബ്ലഡ് ആണ് അവർ വീഴ്ത്താൻ നോക്കിയ? വൈഷ്ണവന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്റെ ബ്ലഡ് ആണ്. അത് ആർക്കായാലും അപ്പൊ ഭഗവാൻ തന്നെ നേരിട്ട് നമ്മളെ രക്ഷിക്കാൻ വരില്ല, ഭഗവാന്റെ ഭക്തന്മാരുടെ ബ്ലെസ്സിങ് ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിലും നമുക്ക് നേരെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. പല സാഹചര്യങ്ങളും നമുക്ക് ഇവരെ, ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വന്നില്ലെങ്കിലും ബാക്കിയുള്ള ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ എന്ത് ചെയ്യാം, രക്ഷിക്കാൻ വരും. കാരണം നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരുടെയും ദാസന്മാരാണ്. ആ രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ. അല്ലെങ്കിൽ നമ്മള് ഓരോ ദേവി ദേവന്മാരോട് കാണിക്കുന്ന ശത്രുത കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൽ വെച്ച് അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഈ ദേവി മാത്രമല്ല, എല്ലാ ദേവന്മാരും, സൂര്യദേവനായാലും ഇന്ദ്രദേവനായാലും എല്ലാ ദേവന്മാരും ഭഗവാന്റെ ദാസന്മാരാണ്. അപ്പൊ എല്ലാവർക്കും ഭഗവത് ഭക്തന്മാർക്കാണ് എല്ലായിടത്തും പ്രധാന അതാണ് നമ്മുടെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കണം. കാരണം നമുക്ക് ഒരു ലൈഫ് ടൈമേ ഉള്ളൂ. ഇനിയിപ്പോ വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ നമ്മള് എത്രയോ തരത്തിലുള്ള ജീവികളായിട്ടൊക്കെ ജനിച്ച, അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക,
ഭഗവാൻ ഇത് ചെയ്യാം. കാരണം ഭഗവാൻ അത്രയും ഇതാണ്. കാരണം ഈ കലിയുഗത്തില് ഭഗവാൻ വന്നപ്പോ ചൈതന്യ മഹാപ്രഭുവായിട്ടും നിത്യാനന്ദ പ്രഭുവായിട്ടും കൃഷ്ണ ബലരാമര് വന്നപ്പോ അത്രയും ദയോടുകൂടി, അതായത് അവർക്ക് വേണമെങ്കിൽ അവരാണ് ഭഗവാൻ നരസിംഹ ഭഗവാൻ, അവരെ നരസിംഹമായിട്ട് വന്നത്, വരാഹമായിട്ട് വന്നത്, ശ്രീരാമസ്വാമിയായിട്ടൊക്കെ വന്നത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഒരു എന്താണ് ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ചല്ലേ, ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് ഭൂമിയിൽ കലിയുഗത്തിൽ വന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കാൽക്കൽ വീണിട്ട് ഭഗവാൻ അപേക്ഷിക്കുകയാണ്, ഹരിനാമം ജപിക്കൂ 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 എന്ന് ഭഗവാൻ അപേക്ഷിക്കുകയാണ്. ഭഗവാന് വേണമെങ്കിൽ നമ്മളെടുത്ത് ആജ്ഞാപിക്കാം, നീ ഭഗവത് നാമം ജപിക്കൂ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച് നമ്മൾ ജപിക്കും. കാരണം നമ്മുടെ ജീവാത്മാവ് ഭഗവാന്റെ ഇതിലുള്ളത് തന്നെ. പക്ഷെ ഭഗവാൻ ഇത് ചെയ്യുന്നില്ല. ഭഗവാൻ നമ്മളോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, നീ ജപിക്കൂ ജപിക്കൂ. കാരണം ഈ നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് ബൽറാം സ്വാമിയാണ്. ബൽറാം സ്വാമിയാണ് നമുക്ക് നമ്മുടെ ശക്തി കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബൽറാം സ്വാമിയാണ്. കാരണം ബൽറാം സ്വാമി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രയും ദേഷ്യമുള്ള ആളാണ്. നമുക്ക് രുക്മി ബൽറാം സ്വാമിയുടെ കഥ അറിയാം. അതായത് ആ വിവാഹ ചടങ്ങിൻ്റെ അന്ന് രുക്മി കളിയിൽ ബൽറാം സ്വാമി ജയിച്ചിട്ട് ബൽറാം സ്വാമി കളി തോറ്റു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബൽറാം സ്വാമി രുക്മിനെ വധിച്ചത്. അപ്പൊ അത്രയും ദേഷ്യമുള്ള ബൽറാം സ്വാമി ഈ കലിയുഗത്തിൽ വന്നിട്ട് നമ്മുടെയൊക്കെ കാൽക്കൽ വീണ്, അതായത് ഒരു ദേഷ്യമില്ലാതെ മണ്ണിൽ കടന്ന് ഉരുണ്ട് നമ്മുടെയൊക്കെ കാൽക്കൽ വീണിട്ട് നമ്മളോട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ഹരിനാമം ജപിക്കൂ ജപിക്കൂ ജപിക്കൂ, നമ്മളോട് എത്രയോ പ്രാവശ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ, കാരണം ഭഗവാൻ തന്നെ സ്വയമേ നമ്മളോട് വന്നിട്ട് നമ്മളെ കാൽക്കൽ വീണ് ഇത്രയും ഇതായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ വയസ്സായാലും ഇനി കുറച്ചായിട്ട് ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഭഗവാൻ ഇത്, കാരണം നമുക്ക് ചിലപ്പോൾ വൈകിയായിരിക്കും ആ ഒരു ചാൻസ് കിട്ടുക, ചിലപ്പോൾ നേരത്തെ കിട്ടും. എപ്പോ കിട്ടിയാലും അത് വലിയൊരു ഇതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി ഒരിക്കലും കിട്ടാത്തൊരു അവസരമാണ്. അത് കളയാതെ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഭഗവാന്റെ നാമങ്ങൾ ഒരുപാട് ജപിക്കുക, ഭഗവത് കാര്യങ്ങൾ കേൾക്കുക. കാരണം ഭഗവാൻ മാത്രമേ നമുക്ക് എല്ലായിടത്തും ഒരിതായിട്ടുള്ളൂ, എല്ലാ സ്ഥലത്തും നമുക്ക് ഒരു ഇതെന്ന് പറയുന്നത് കാരണം ബാക്കിയെല്ലാം വളരെ ടെമ്പററി ആണ്. എല്ലാം നമുക്ക് എപ്പോ വേണമെങ്കിലും നശിച്ചു പോകാം. നമുക്ക് കിട്ടും, നമ്മുടെ കൂടെയുള്ളവരും കിട്ടിയതും ഒക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും നശിച്ചു പോകാം. പക്ഷെ ഭഗവാൻ മാത്രം ഒരിക്കലും പോലും, അത് എപ്പോഴും നമ്മുടെ കൂടെ പെർമനന്റ് ആയിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അത് നമ്മള് മാക്സിമം ആ ഇത് മനസ്സിലാക്കി നമ്മുടെ ഭക്തിയും സ്നേഹം കൂട്ടുക. ഇനിയിപ്പോ കാർത്തിക് മാസം വരാൻ പോവാണ്, നമുക്ക് ഇഷ്ടം പോലെ സർവീസും കാര്യങ്ങളും അല്ലെങ്കിൽ ചാൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് അതിലും വലിയ ഫലമാണ്. ഭഗവാൻ ഓരോ അവസരമായിട്ട് നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ചിലപ്പോൾ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കും, ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് നമ്മളെ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞ ആ അവസരങ്ങൾ ഭഗവാൻ നമുക്ക് തരുന്നത് നമ്മുടെ ഭക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഭഗവാന്റെ ഭക്തരാവുക. ഭഗവാന്റെ നമ്മളെ മാത്രം യൂട്ടിലൈസ് ചെയ്തിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവർക്കും നമ്മളത് പറഞ്ഞു കൊടുക്കുക. ഭഗവാന്റെ കാര്യങ്ങളും അല്ലാതെ നമ്മൾക്ക് മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ കാര്യമില്ല. ബാക്കിയുള്ളവർ ചിലപ്പോൾ പാടായിരിക്കും. കാരണം ഒരാളോട് ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ളവരെ പുറത്തുള്ളവരെല്ലാം നമ്മളെ വീട്ടിലുള്ളവർക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ചിലപ്പോൾ മടിക്കും, കാരണം അവരെന്ത് പറയും, അവരെന്നിങ്ങനെ കാണും അങ്ങനെ കാണും എന്ന് വിചാരിച്ച് നമ്മൾ മടിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞു നോക്കൂ, അതിന്റെ ബലം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ചിലപ്പോൾ അവർ നമ്മളെ കളിയാക്കും, നമ്മളെ വിഷമിപ്പിക്കും, അതൊക്കെ സാധാരണയാണ്, ഒരുപാട് ഉണ്ടാവും. പക്ഷെ എന്നാലും അതിന്റെ ബലം ഇന്നല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും, അവർക്കും ഉറപ്പായിട്ടും ഉണ്ടാവും. അവരും ചിലപ്പോൾ വിഷമം വരും, കാരണം അവർ ആ രീതിയിൽ നമ്മളെ കളിയാക്കി എടുക്കുകയും ചെയ്യും. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും, അവർക്കും അതിന്റെ ബലം ഉറപ്പായിട്ടും കിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.